ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ, ഒരു മുഖം ഓർക്കാൻ പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ ആരുടെ മുഖമായിരിക്കും വരുന്നത്? എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈശോയുടെ മുഖം. ബിക്കോസ് അവൻ നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് നമ്മളെ വേറെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല. ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് അതൊരു അതിരുകളില്ലാത്ത സ്നേഹമാണ്. പരിധികളും പരാതികളും പരിഭവങ്ങളൊന്നും ഇല്ലാത്ത സ്നേഹം. അവനെപ്പോലെ നമ്മളെ ഈ ഭൂമിയിൽ വേറെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനാണ്, പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും അവനെ തന്നെ. അവൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു, കാണുന്നില്ല. അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. അപ്പോൾ നമ്മൾ ഈശോനെ സ്നേഹിക്കാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും ഈശോയുടെ വചനങ്ങൾ അനുസരിക്കാനും ഒക്കെ കൂടുതലായിട്ട് ശ്രമിക്കുക. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളൊക്കെ മോചിപ്പിക്കാൻ വേണ്ടി. അവൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനുള്ള വലിയ സ്നേഹമില്ലെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദൈവത്തിനെയും സ്നേഹിക്കുക, അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക, അതുപോലെ ദൈവത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. ഈശോനെയും നമ്മുടെ ദൈവത്തിനെയൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ സ്നേഹിക്കുക. ഫസ്റ്റ് സ്ഥാനം എപ്പോഴും നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുക. അപ്പം അവൻ സ്നേഹിക്കുന്ന പോലെ നമ്മൾ ആരെയും സ്നേഹിക്കത്തില്ല, സ്നേഹിക്കാൻ പറ്റത്തില്ല. മനുഷ്യന്മാർക്ക് ഒരിക്കലും നമ്മൾ ഈശോയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ മനസ്സിൽ സ്നേഹം, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ ആരാണ് വരുന്നത് എന്നുള്ള താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.